ഇന്നത്തെ മറ്റൊരു പ്രത്യേകത സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ പുതിയ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ജില്ലാ പഞ്ചായത്തുകളിൽ, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ, ഗ്രാമപഞ്ചായത്തുകളിൽ എന്തൊക്കെ സംഭവിക്കുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. തെരഞ്ഞെടുപ്പ് പലയിടങ്ങളിലും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, തൂക്ക് ഇടങ്ങൾ ഒരു മുന്നണിക്കും കൃത്യമായ ഭൂരിപക്ഷമില്ലാത്ത ഇടങ്ങളിലൊക്കെ വലിയ വെല്ലുവിളികളും അട്ടിമറികൾക്കും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അതെവിടെ, എങ്ങനെയൊക്കെ എന്ന പരിശോധനയാണ് നമ്മൾ നടക്കുന്നത്. പാലക്കാട് തൃത്താല ബ്ലോക്ക് പഞ്ചായത്തും മലപ്പുറം പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തും കണ്ണൂർ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തും LDF ഇത്തവണ ഭരിക്കും. LDFും UDFും തുല്യത പാലിച്ച മൂന്നിടത്തും നറുക്കെടുപ്പിലൂടെയാണ് പ്രസിഡന്റിനെ നിശ്ചയിച്ചത്. തൃത്താലയിൽ PR കുഞ്ഞുണ്ണിയും പൊന്നാനിയിൽ R ഗായത്രിയും എടക്കാട് KV ബിജു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ജിഷാദ് വളാഞ്ചേരി നമുക്കൊപ്പം ആദ്യം ചേരുന്നുണ്ട്. ജിഷാദ്, പൊന്നാനി അടക്കമുള്ള ഇടങ്ങളിൽ പ്രധാനപ്പെട്ട നീക്കങ്ങളാണല്ലോ. പ്രത്യേകിച്ച് ഈ മലപ്പുറത്തെ ഗ്രാമപഞ്ചായത്തുകളിലെ എന്താണ് സ്ഥിതി, എങ്ങനെയാണ് അവിടെ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത്? സജിത്, പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിലാണ് പ്രസിഡന്റായി LDFിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി R ഗായത്രിയെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. ഇവിടെ LDFിനും UDFിനും തുല്യ സീറ്റായിരുന്നു ലഭിച്ചിരുന്നത്. ഇവിടെയാണ് നറുക്കെടുപ്പിലൂടെ അതായത് സ്ഥാനാർത്ഥിയെ, അതായത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ തീരുമാനിച്ചത്. ഈ പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിലെ LDFിന് 7 സീറ്റും UDFിന് 6 സീറ്റും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമാണുള്ളത്. അങ്ങനെയാണ് ഇത് ടൈയിലേക്ക് പോകുന്നത്. ടൈയിലാണ് LDF ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് 7ാം വാർഡിൽ നിന്നും മത്സരിച്ച അഡ്വക്കേറ്റ് R ഗായത്രിയെ തെരഞ്ഞെടുക്കുന്നത്. 11ാം വാർഡ് UDF സ്ഥാനാർത്ഥി നരിപ്പറമ്പ് ബ്ലോക്കിലെ ബൽക്കീസ് ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി. അങ്ങനെയാണ് ഈ LDFിന്റെ സ്വന്തം സ്ഥാനാർത്ഥി R ഗായത്രിയെ ട്രോസിലൂടെ തെരഞ്ഞെടുക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം, അതായത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും നടക്കും. അതും ഇതുപോലെ തന്നെ ടൈ ആവാനാണ് സാധ്യത. അതിൽ 2 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. കണ്ടനകം വാർഡിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി ശ്രീജിത്തും തവനൂർ ജയിച്ച LDF സ്ഥാനാർത്ഥി വിമലുമാണ് മത്സരിക്കുന്നത്. ഇത് ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുക. എന്തായാലും ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനം, അതായത് പൊന്നാനി ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം അഡ്വക്കേറ്റ് R ഗായത്രിക്കാണ് ലഭിച്ചിരിക്കുന്നത്. സജിത്, പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിലാണ് അത്തരമൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമാണ്. ഭൂരിപക്ഷമുള്ള ഇടങ്ങളിൽ തർക്കമില്ല. നേരത്തെ നിശ്ചയിച്ച ആൾ തന്നെ അധ്യക്ഷനാവും അല്ലെങ്കിൽ ഉപാധ്യക്ഷനാവും. പക്ഷേ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഇടങ്ങളിൽ ചിലപ്പോൾ നറുക്കെടുപ്പ് വേണ്ടിവരും. അപ്പോൾ ഭാഗ്യം ആരെ കടാക്ഷിക്കുമെന്നത് പ്രധാനപ്പെട്ടതാണ്. ഇതിനിടയിൽ സ്വതന്ത്രന്മാർ നിർണായകമാവുന്ന ചില ഇടങ്ങളിൽ സ്വതന്ത്രന്മാരെ ഒപ്പം ചേർക്കാൻ വേണ്ടി മുന്നണികളുടെ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ അവസാന ഘട്ട ചരടുവലികളും നീക്കങ്ങളുമൊക്കെ ഈ ഘട്ടത്തിൽ പ്രകടമാവുകയും ചെയ്യുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇത്തരം നീക്കങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രജിത്ത് കോങ്ങാട് പാലക്കാട് നിന്ന് കൂടി ചേരുന്നുണ്ട്. പ്രജിത്ത്, പാലക്കാട് ഗ്രാമസഭകളിലൊക്കെ എന്താണ് സ്ഥിതി? ഒപ്പത്തിനൊപ്പം വന്ന പലയിടങ്ങളിലും ഉണ്ടല്ലോ. തൃത്താലയിലൊക്കെ എന്താണ് സംഭവിച്ചത്? തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഇപ്രാവശ്യം നറുക്കെടുപ്പിലൂടെ LDFിന് കിട്ടിയിരിക്കുന്നത് 2 ടേം മുൻപ് മാത്രമാണ്, 1 തവണ മാത്രമാണ് UDFിനുള്ളത്. ഇപ്പോൾ നറുക്കെടുപ്പിലൂടെ LDFിന് കിട്ടിയിരിക്കുന്ന PR കുഞ്ഞുണ്ണിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആവുക. അതുപോലെ തന്നെ ഈ പെരുങ്ങോട്ടുകുറിശി പഞ്ചായത്തിലും LDFും IDF, അതായത് ഗോപിനാഥിൻ LDFും കൂടി സഖ്യം നടന്നതാണ് IDF എന്ന് പറയുന്നത്. അതിൽ വിമതനായി CPMന്റെ വിമതനായി മത്സരിച്ച് ജയിച്ചവർ LDFിന് സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ LDF അവിടെ ഭരണത്തിൽ വരികയും ചെയ്തു. അതായത് പഞ്ചായത്ത് പെരുങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്ത് രൂപീകരിച്ചത് മുതൽ UDF ആണ് ഭരിച്ചിരുന്നത്. അതിനൊരു അന്ത്യം വന്നിരിക്കുകയാണ്. ഇപ്പോൾ CPM ആണ്, LDF ആണ് പെരുങ്ങോട്ടുകുറിശി പഞ്ചായത്ത് ഭരിക്കുന്നത്. അതുപോലെ തന്നെ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി TM ശശിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അകത്തേത്തറ പഞ്ചായത്ത് ആദ്യമായിട്ട് BJP ഭരണത്തിലേക്ക് വന്നിരിക്കുന്നു. ബിന്ദു PA പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കൊപ്പം ഗ്രാമപഞ്ചായത്തും LDFിന് കിട്ടിയിരിക്കുന്നു. പാലക്കാട് നറുക്കെടുപ്പിലൂടെ LDFിലെ വത്സലിയെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പാലക്കാടത്തെ ചിത്രം അങ്ങനെയാണ്. അങ്ങനെ സംസ്ഥാനത്തിന്റെ പല ജില്ലകളിലും അപ്രതീക്ഷിത നീക്കങ്ങളും നാടകീയ നിമിഷങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുമ്പോൾ LDFും UDFും തുല്യത പാലിച്ച തിരുവനന്തപുരം വെമ്പായം പഞ്ചായത്തിൽ ഇടതുമുന്നണി ഭരണം പിടിച്ചു. UDFിന്റെ ഒരംഗത്തിന്റെ വോട്ട് അസാധുവായതോടെയാണ് LDF അംഗം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 5 പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ കോൺഗ്രസ് ഭരണം പിടിച്ചു. മംഗലപുരം പഞ്ചായത്ത് ഭരണം LDFിനാണ്. UDF വിമതനായി മത്സരിച്ച ശ്രീചന്ദാണ് പ്രസിഡന്റാവുന്നത്. ചെമ്മരുതിയിൽ BSP അംഗം അനിതയുടെ പിന്തുണയോടെ UDF ഭരണം.
ജില്ലാ പഞ്ചായത്തിലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടു. അവിടെ വനിതാ സംവരണമാണ്. പ്രിയദർശിനിയാണ് CPM നോമിനി. പ്രിയദർശിനിയാണ് അവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. നിലവിലെ പ്രസിഡന്റ് ചുമതല കൈമാറുകയാണ്. ജില്ലാ പഞ്ചായത്തുകളിലും തെരഞ്ഞെടുപ്പാണ്. ജില്ലാ പഞ്ചായത്തുകളാണ് യഥാർത്ഥത്തിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ പൊതുവായ ഒരു പ്രതിഫലനം ഉണ്ടാവുന്നത്. അവിടെ ഒപ്പത്തിനൊപ്പമാണ് സംസ്ഥാനത്തിൻ്റെ പൊതുചിത്രമുണ്ടാവുന്നത്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ കൃത്യമായ ഭൂരിപക്ഷം ഇടതുമുന്നണിക്കില്ലെങ്കിൽ കൂടിയും പുതിയ സാഹചര്യത്തിൽ അത് ഇടതുമുന്നണി തന്നെ പ്രസിഡന്റാണ്. പുതിയ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പ്രിയദർശിനി മാധ്യമങ്ങളോട് സംസാരിക്കാൻ വരികയാണ്. തിരുവനന്തപുരത്താണ് ഈ കാഴ്ച ഉണ്ടാകുന്നത്. സാരംഗ് സുധാകരൻ നമുക്കൊപ്പം ചേരുന്നു. സാരംഗ്, തിരുവനന്തപുരത്ത് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഇടങ്ങളുണ്ട്. അവിടെകൾ വലിയ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. BSPയുടെ പോലും പിന്തുണയോടെ ഭരണം പിടിച്ച ഇടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ സസ്പെൻസ് ഒന്നും ഉണ്ടായില്ല അല്ലേ? സജിത്ത്, പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ ഭരണം LDFന് തന്നെ നേടിയിരിക്കുകയാണ്. 15-13 എന്ന രീതിയിലായിരുന്നു സീറ്റ്. അത് ആ രീതിയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചത്. ഇപ്പോൾ പ്രിയദർശിനി ചാർജ് എടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വൈകുന്നേരം 2:30-ക്കാണ്. അതിലും വലിയ അട്ടിമറി സാധ്യതകളൊന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. മറ്റ് ഗ്രാമപഞ്ചായത്തുകളിലെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മംഗലപുരത്ത് LDF വിജയിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് വിമതനാണ് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ റിബലായി മത്സരിച്ച ശ്രീചന്ദിനെ ആണ് പ്രസിഡന്റായി LDF ഭരണത്തിലെത്തിച്ചത്. കൂടെ നിർത്താൻ, അതായത് ശ്രീചന്ദിനെ കൂടെ നിർത്താൻ വേണ്ടി KPCCന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ഇതിന് വഴങ്ങാതിരുന്നതോടുകൂടിയാണ് ഈ ഒരു ഇത്തരത്തിൽ LDF കോൺഗ്രസ് വിമതനെ പഞ്ചായത്ത് പ്രസിഡന്റായി വിജയിപ്പിച്ചത്. ഒപ്പം വെമ്പായത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ UDFന് തിരിച്ചടിയാണ്. ഒരു UDFന്റെ ഒരംഗത്തിന്റെ വോട്ട് അസാധുവാവുകയായിരുന്നു. ഇന്നത്തെ ഈ ഒരു 13 ഗ്രാമപഞ്ചായത്തുകളിലെ ഈ ഒരു നിർണായകത്തിൽ ഈ ഒരു അസാധുവായ വോട്ടുകളാണ് വലിയ അട്ടിമറിക്ക് ഒരു സാഹചര്യം ഒരുക്കിയത്. UDFനും LDFനും ഉണ്ടായിരുന്ന 8 സീറ്റ് വീതമായിരുന്നു. അതിൽ അമിതാഭ് ബാബു ആണ് പ്രസിഡന്റായി ചുമതലയേറ്റത്. ഒപ്പം ചെമ്മരുതിയിൽ UDFനാണ് വിജയം. അതായത് BSPയുടെ, സജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ BSPയുടെ അനിതയുടെ വോട്ട് UDFന് വോട്ട് ചെയ്യുകയായിരുന്നു. UDFനും LDFനും അവിടെ 9 സീറ്റുകൾ വീതമാണ് ഉണ്ടായിരുന്നത്. UDFന്റെ രാജേഷാണ് അവിടെ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത്. ഒപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 തെങ്ങില് ഇത് എല്ലാം മറികടന്നുകൊണ്ട് അവിടെ വോട്ടെടുപ്പ് ഈ ഒരു നറുക്കെടുപ്പിലേക്ക് നീങ്ങുകയായിരുന്നു. UDFനും 7-നും LDFും 7 സീറ്റുകൾ വീതമായിരുന്നു. അതിൽ ഷിൻസി ഐവിനാണ് പ്രസിഡന്റായി, കോൺഗ്രസിന്റെ ഷിൻസി ഐവിനാണ് പ്രസിഡന്റായി ഈ ഒരു സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിലെ ചുമതലയേൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ രാവിലെ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഈ ഒരു വിമതരും ഒപ്പം തന്നെ അസാധുവാകുന്ന വോട്ടുകളും ഒക്കെയാണ് ഇതിൽ വളരെ സസ്പെൻസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്തിന്റെ നിലയാണ് ഇപ്പോൾ പറഞ്ഞത്. ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിലെ കാര്യം സൂചിപ്പിച്ചാൽ തന്നെ വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ തന്നെ പ്രതീക്ഷ പോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. മറ്റ് പഞ്ചായത്തുകളിലെ റിസൾട്ട് ഇനി വരാനിരിക്കുന്നു. യെസ്, അതാണ് സാഹചര്യം. തിരുവനന്തപുരം കോർപ്പറേഷൻ നഷ്ടമായ ഒരു രാഷ്ട്രീയ ക്ഷീണം ഇടതുമുന്നണിക്കുണ്ട്. അത് ഒഴിച്ചു നിർത്തിയാൽ ജില്ല ഇപ്പോഴും ഇടതുപക്ഷത്താണ് പൊതുവിൽ നിൽക്കുന്നത്. അതാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു ചിത്രവും. കാര്യമായ നഷ്ടമുണ്ടായിട്ടില്ല. ഗ്രാമപഞ്ചായത്തുകളിലും ഇടതുപക്ഷത്തിന് വലിയ നഷ്ടമുണ്ടായിട്ടില്ല എന്നതാണ് തിരുവനന്തപുരം ജില്ലയുടെ ഒരു പൊതുചിത്രം. എന്തായാലും നേതാക്കളൊക്കെ അണിനിരന്നുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം പ്രിയദർശിനി ഏറ്റെടുത്തത്. ജില്ലാ പഞ്ചായത്ത് ഒരു ജില്ലയുടെ കൃത്യമായ ഒരു ചിത്രമാണ്. അവിടേക്കാണിപ്പോൾ വരുന്നത്. ഇത്തവണ കൃത്യമായി കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് വലിയ ആധിപത്യമുണ്ടായിരുന്ന ജില്ലാ പഞ്ചായത്ത്, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ UDF നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്.